ശബ്ദം ക്ലിയർ ആണല്ലോ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ കർത്താവിന്റെ സാക്ഷിയായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ വിവിധ ഭാഗങ്ങളിൽ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവവചനം ശ്രവിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രത്യേക വന്ദനം ചൊല്ലുന്നു. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ പ്രിയ റോയി പാസ്റ്ററെ 2 ദിവസം മുമ്പാണ് ദൈവവുമായി പരിചയപ്പെടുവാൻ ഇടയായത്. കർത്താവിന്റെ ദാസൻ നേതൃത്വം നൽകുന്ന ഈ സൂം പ്ലാറ്റ്ഫോമിൽ ദൈവജനം ഘോഷിപ്പാൻ ദൈവ അവസരം തന്നല്ലോ. പ്രത്യേക വന്ദനം പ്രിയ പാസ്റ്റർക്കും കുടുംബത്തിനും ഈ സൂമിലായിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ വന്ദനം പറയുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയായ നല്ല ദൈവം നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളി വരുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യാശയുള്ളവരുടെ ഉള്ള ഹൃദയങ്ങൾക്ക് ഇന്ന് തൻ്റെ മഹത്വം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കാൻ നമ്മുടെ ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്ന വചനഭാഗം നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ അകത്ത് പ്രത്യാശ, ക്രിസ്തുവിലുള്ള പ്രത്യാശ ഉണ്ടെങ്കിൽ നിശ്ചയമായി ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വെളിപ്പെടുത്തി നമ്മെ ഉദ്ധരിക്കുവാൻ, നമ്മെ സഹായിപ്പാൻ, നമ്മെ ശക്തീകരിപ്പാൻ മഹാദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് വളരെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും നമുക്ക് ദൈവവചന ചിന്തയിലേക്ക് പ്രവേശിക്കാം. മുഖവരെ ഒന്നും തന്നെ ഇല്ലാതെ വചന ചിന്തയ്ക്കായിട്ട് 119 സങ്കീർത്തനം 119 സങ്കീർത്തനം അതിന്റെ 28 വാക്യം, 119 സങ്കീർത്തനം അതിന്റെ 28 വാക്യം ഇങ്ങനെയാണ് ഉച്ചരിക്കുന്നത്: എന്റെ പ്രാണൻ വിഷാദം കൊണ്ട് ഉരുകുന്നു, നിന്റെ വചനപ്രകാരം എന്നെ നിവർത്തണമേ. ഒന്നുകൂടെ ഞാൻ ആ വാക്യം വായിക്കുന്നു. എന്റെ പ്രാണൻ വിഷാദം കൊണ്ട് ഉരുകുകയാണ്, നിന്റെ വചനം കൊണ്ട്, ദൈവമേ നിന്റെ വചനം കൊണ്ട് അത് ഒന്ന് നിവർത്തണമേ, അതൊന്ന് ഉയർത്തണം. ഒരു മിനിറ്റുകൾ കണ്ണുകളെ അടയ്ക്കാം. പ്രിയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ അടുത്തു വരികയാണ്. അങ്ങ് ഞങ്ങൾക്ക് നൽകി തന്ന നല്ല വചനത്തിനായി സ്തോത്രം. ഈ വചനത്തിലൂടെ കർത്താവിന് ഞങ്ങളോട് എന്താണോ സംസാരിപ്പാനുള്ളത് അത് സംസാരിക്കേണ്ടതിന് ഞങ്ങളെ ഏൽപ്പിക്കും. കർത്താവിന്റെ ശബ്ദം മാത്രമല്ല, കർത്താവെ ഈ വചനത്തിന്റെ ജീവനും ചൈതന്യവും ക്രമീകരണവും യഥാസ്ഥാനവും ശുദ്ധീകരണവും മാനസാന്തരവും സൗഖ്യവും എല്ലാം സംഭവിക്കേണ്ടതിന് ഞങ്ങളെ പൂർണ്ണമായി ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ഹല്ലേലൂയ നല്ല സമയത്ത് ദൈവത്തിന്റെ വചനത്തിന്റെ മഹത്വം വെളിപ്പെടുന്നതിന്, ദൈവത്തിന്റെ വചനത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിന് വീരോത്തമായി വ്യാപരിക്കുന്ന സകല അന്ധകാര ഇരുട്ടിന്റെ ആധിപത്യങ്ങള് സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ തകർത്തുകളഞ്ഞു അവയുടെ മേൽ ജയമെടുത്തു പ്രാർത്ഥിക്കുന്നു. ഉടരമന ഹദനവ ഹദൽ കമനഘടകസി. കർത്താവേ ഹല്ലേലൂയ. അങ്ങയുടെ സ്പർശനം കൊണ്ട് ഞങ്ങളെ ഇന്ന് ചൈതന്യപ്പെടുത്തുന്നതിനായി സ്തോത്രം. അങ്ങയുടെ ശബ്ദം കൊണ്ട് ഞങ്ങളെ ഇന്ന് ചൈതന്യപ്പെടുത്തുന്നതിനായി സ്തോത്രം. കർത്താവിന് എന്തെങ്കിലും ഞങ്ങളോട് വ്യക്തിപരമായി പറയാനുണ്ടെങ്കിൽ അതൊന്നും മറച്ചു വെക്കാതെ ഞങ്ങളോട് സംസാരിക്കണമേ. വലിയ സന്തോഷത്തിന്റെ അനുഭവമാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശുശ്രൂഷയ്ക്ക് വിരോധമായി പൊങ്ങുന്ന സകല ദുഷ്ട മേഖലകളെയും യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഞങ്ങൾ തകർത്തു കളഞ്ഞ് അവിടെ മേൽ ജയമെടുക്കും. ഏകാഗ്രതയോട് ഭയഭക്തിയോട് അങ്ങയുടെ സന്നിധി ഇരുത്തണം. എല്ലാവർക്കും കൃത്യമായി ദൈവശബ്ദം കേൾക്കുവാൻ കർത്താവ് ഇടയാക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. വായിച്ച വാക്യം ഇങ്ങനെയാണ് ഓർപ്പിക്കുന്നത്: എന്റെ പ്രാണൻ വിഷാദം കൊണ്ട് ഉരുകുന്നു, എന്റെ പ്രാണൻ ദുഃഖം കൊണ്ട് ഉരുകുകയാണ്. അതികഠിനമായ ദുഃഖം,
അതികഠിനമായ വേദന, അതികഠിനമായ നിരാശ. ഈ 3 വാക്ക് ഓർപ്പിക്കുക: അതികഠിനമായ ദുഃഖം, അതികഠിനമായ നിരാശ, അതികഠിനമായ വേദന. ഈ 3 തരത്തിൽ പ്രാണനെ ഉരുക്കുന്ന സ്തോത്രം ചില സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ വചനത്തിന്റെ ജീവൻ ഇന്ന് ഈ സമയത്ത് ഇടപെടാൻ പോകുകയാണ്. എത്ര പേർക്ക് ഉറപ്പോടെ വിശ്വസിക്കാൻ പറ്റും? എന്റെ പ്രാണൻ വിഷാദം കൊണ്ട് ഞരങ്ങുമ്പോൾ, ദുഃഖം കൊണ്ട് ഞരങ്ങുമ്പോൾ, തകർച്ച കൊണ്ട് തകരുമ്പോൾ, ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞ എന്റെ ജീവൻ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം ജുഡി അൽഖന സബൽഖമന ഘടകസി ഹല്ലേലൂയ ഒരു വസ്തുവിനെ ചതച്ചിട്ടിരിക്കുന്നത് പോലെ നമ്മുടെ മനസ്സിനെ ചതച്ചിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ചില ദുഃഖ സാഹചര്യങ്ങൾ, അല്ലെ മനസ്സിനെ ചതച്ചിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ചില അനുഭവങ്ങൾ, മനസ്സിനെ ചതച്ചിട്ടിരിക്കുന്ന ചില വാക്കുകൾ, മനസ്സിനെ ചതച്ചിട്ടിരിക്കുന്ന ചില സംഭവങ്ങൾ, അത് നിമിത്തം നിന്റെ ജീവൻ, അത് നിമിത്തം നിന്റെ മനസ്സ്, അത് നിമിത്തം നിന്റെ പ്രാണൻ ഉരുകി തകർന്ന് അല്ലെങ്കിൽ ഇല്ലാതാകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല എന്ന് ഈ ആരംഭ സമയത്ത് തന്നെ ആത്മാവ് ദൂത് കൈമാറുകയാണ്. പിശാച് വിചാരിച്ചു ചില കഷ്ടതകൾ കൊണ്ടുവന്ന്, ചില ദുഃഖങ്ങൾ കൊണ്ടുവന്ന്, ചില വേദനകൾ കൊണ്ടുവന്ന്, ചില തകർച്ചകൾ കൊണ്ടുവന്ന്, ചില നഷ്ടങ്ങൾ കൊണ്ടുവന്ന്, ചില ഭാരങ്ങൾ കൊണ്ടുവന്ന്, ഹല്ലേലൂയ ആർക്കും പരിഹരിക്കാത്ത ചില കുരുക്കുകൾക്കകത്തളങ്ങളിൽ നിന്നെ കൊണ്ട് ഒതുക്കി ഒടുവിൽ ഗമനഘടകസി അതിനകത്തളങ്ങളിലൂടെ നിന്റെ മനസ്സിന്റെ അകത്ത് മുഴുവനും ദുഃഖകരമായ അനുഭവങ്ങൾ കെട്ടിവെക്കാമെന്ന്, വിഷാദകരമായ അനുഭവങ്ങൾ കെട്ടിവെക്കാമെന്ന്, അതിലൂടെ നിരാശ നിന്റെ അകത്ത് അല്ലെ കൊണ്ട് വാഴിക്കാമെന്ന് പിശാച് പദ്ധതി ഇട്ടു എങ്കിൽ ദൈവത്തിന്റെ വചനത്തിലൂടെ ഇന്ന് ഈ സമയത്ത് നിന്റെ പ്രാണനെ ഉയർത്തിക്കൊണ്ടുവരുന്ന, നിന്റെ ജീവനെ നിവർത്തിയെടുക്കുന്ന, നിന്റെ ജീവനെ വിടർത്തിയെടുക്കുന്ന, നിന്റെ ജീവനെ അല്ലെങ്കിൽ പൊക്കിയെടുക്കുന്ന ചില ദൈവിക പ്രവൃത്തികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ വചനം ശ്രവിക്കുന്നവരുടെ ജീവിതത്തിൽ ഈ സമയത്ത് സംഭവിക്കാൻ പോകുകയാണ്. അക്കരങ്ങൾ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ഉപഗമന ഹദൽ ഗമനഘടകസി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹൃദയത്തെ ചതച്ചിട്ടിരിക്കുന്ന ചില ദുഃഖഭാരങ്ങൾ, ഹൃദയത്തെ ചതച്ചിട്ടിരിക്കുന്ന ചില വല്ലാത്ത ഭാരങ്ങൾ, ഹൃദയത്തെ ചതച്ചിട്ടിരിക്കുന്ന ചില വല്ലാത്ത അനുഭവങ്ങൾ, ഹൃദയത്തെ ചതച്ചിട്ടിരിക്കുന്ന ചില വല്ലാത്ത വാക്കുകൾ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഇപ്പോ അത് നിർത്തലാക്കുകയാണ്. അതിൽ നിന്ന് ഈ ജനം സ്വാതന്ത്ര്യമാകട്ടെ, അതിൽ നിന്ന് ഈ ജനം പുറത്തു വരട്ടെ, അതിൽ നിന്ന് ഈ ജനം പൂർണ്ണമായി സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ മനസ്സ് സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ ഇന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ ഈ പകൽക്കാലം ഏറ്റവും അധികം സംഭവിക്കാൻ പോകുന്നത് ഒരു ശരീര സൗഖ്യത്തെക്കാൾ ഉപരിയായി മനസ്സിന് ദൈവം സൗഖ്യം തരാൻ പോകുകയാ. എത്ര പേർക്ക് ഉറപ്പുണ്ട്? മനസ്സിന് ദൈവം സൗഖ്യം തരാൻ പോകുകയാണ്. അടഗമന വികലഗമന ഘടകസി ഉപരബല ഘടകമന ഹസ്തൽ ഗമന ഘടകസി ഇടിഞ്ഞുപോയ ചില മനസ്സുകളെ അല്ല ദുഃഖം കൊണ്ട് ഇടിച്ചു കളഞ്ഞ, അല്ല വേദന കൊണ്ട് ഇടിച്ചു കളഞ്ഞ, ചില സംഭവങ്ങൾ കൊണ്ട് ഇടിച്ചു കളഞ്ഞ, ചില നഷ്ടങ്ങൾ കൊണ്ട് ഇടിച്ചു കളഞ്ഞ, ചില ചോദ്യ ചിഹ്നങ്ങൾ കൊണ്ട് ജീവിതത്തെ ഇടിച്ചു കളഞ്ഞ അല്ല നിന്റെ മനസ്സിനെ ഇന്ന് ഈ സമയത്ത് എന്റെ ദൈവം പൊക്കിയെടുക്കുകയാണ്. നീ ദൈവത്തിന് വിലയുള്ളവനാണ്, നീ ദൈവത്തിന് മാന്യനാണ്. ദൈവം നിന്നെ വിലയുള്ളതും മാന്യമായി സ്നേഹിച്ചിരിക്കുന്നത് കൊണ്ട് ഇന്ന് ആരവേ ഒരു ദൈവപ്രവർത്തി നിന്റെ ജീവിതത്തിൽ, നിന്റെ കൂടാരത്തിൽ, നിന്റെ തലമുറയിൽ, നിന്റെ പ്രാർത്ഥനാ വിഷയത്തിൽ അത് സംഭവിക്കുന്നതിനാൽ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. വിഷാദം കൊണ്ട് ഹൃദയം തകർക്കുന്ന, ദുഃഖം കൊണ്ട്, നിരാശ കൊണ്ട് ചെറുത് മുതൽ വലുത് വരെയുള്ള കഠിനമായ ചില സാഹചര്യങ്ങൾ ശത്രു മെനഞ്ഞുകൊണ്ട് വന്ന് അത് നിമിത്തം മനസ്സിനെ
തകർക്കുന്ന ചില വെല്ലുവിളികൾ, അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ലോകത്തിൽ ഒരു മാർഗത്തിനും കഴിയത്തില്ല. ഈ മനസ്സിടിഞ്ഞാൽ, അല്ലെ മനസ്സിനകത്ത് കിടക്കുന്ന ദുഃഖം കളയാൻ മെഡിസിൻ കഴിച്ചാലൊന്നും പോവില്ല. കുറച്ചു നേരം ഉറങ്ങിക്കിടക്കാവുന്നേ ഉള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെ ആ ദുഃഖം കയറി വരും. സ്തോത്രം. അപ്പൊ ലോകത്തിന്റെ എല്ലാ മാർഗങ്ങളും, മനുഷ്യന്റെ വാക്കുകൾക്ക്, മനുഷ്യന്റെ സഹായങ്ങൾക്ക് ഉള്ളിൽ കിടക്കുന്ന ദുഃഖങ്ങൾ മാറ്റാൻ പറ്റുകയില്ല. അതിനൊക്കെ ഒരു താൽക്കാലികമായ ഒരു ആശ്വാസമോ ഒരു ശമനമോ ഒക്കെ വരുമെങ്കിലും പൂർണ്ണമായി ഉള്ളിൽ കിടക്കുന്ന ദുഃഖങ്ങളെ എടുത്തു മാറ്റി ആ ഹൃദയത്തെ ഒന്ന് നിവർത്താൻ അല്ലെങ്കിൽ ഒറ്റ മാർഗത്തിനെ കഴിയത്തുള്ളൂ. അതാ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദൈവമേ നിന്റെ വചനത്താൽ എന്നെ അതൊന്ന് നിവർത്തി തരണമേ. അപ്പൊ എന്റെ മനസ്സ് ഇടിഞ്ഞു പോകുമ്പോൾ, എന്റെ ഹൃദയം തകർന്നു പോകുമ്പോൾ, ലോകത്തിൽ ഹല്ലേലൂയ അതിനൊരു പരിഹാരമില്ലാത്തപ്പോൾ സങ്കീർത്തനക്കാരൻ ദൈവമനുഷ്യൻ പറയുക, ദൈവത്തോട് പറയുക, ദൈവമേ നിനക്ക് മാത്രമേ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നിന്റെ വചനത്തിന് കഴിയും, നിന്റെ വചനത്തിന് കഴിയും. അതുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ, വചനം സ്വീകരിക്കുവാൻ, വചനം ഏറ്റെടുക്കുവാൻ, വചനം ധ്യാനിക്കുവാൻ ഒന്നുകൂടെ ഹൃദയത്തെ ആഴത്തിൽ സമർപ്പിച്ചു കൊള്ളട്ടെ. ഹല്ലേലൂയ ദൈവത്തിന്റെ ശ്വാസമായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തന്ന സകലതും ഉളവാക്കുന്ന ശൂന്യതയുടെ നടുവിൽ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച യഹോവയുടെ വായിൽ നിന്നും പുറപ്പെടുന്ന സത്യവചനത്തെ ഹല്ലേലൂയ കാതുകളിലൂടെ കേട്ട ഹൃദയത്തിന്റെ അകത്തളങ്ങളിലോട്ട് ഇറക്കി അത് ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ അടുക്കി വെക്കാൻ തയ്യാറായാൽ ഹല്ലേലൂയ വിഷാദത്തിന്റെ അകത്തു നിന്നും ദുഃഖത്തിന്റെ അകത്തു നിന്നും നിന്റെ ഹൃദയത്തെ പൊക്കിയെടുക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. ഉപരമന ഹദൽ ഗമനഘടകസി ഉടി അലഹാദ ഹദ്ദൽ ഗമനഘടകസി. ആത്മാവിനെ വെളിപ്പാടിൽ ദൂത് കാണിക്കുന്നത് ചില ഹൃദയങ്ങൾ ചില ദുഃഖത്തിന്റെ കടലിന്റെ അകത്ത് താണു കിടക്കുന്ന അനുഭവം. വെള്ളത്തിന്റെ അകത്തു നിന്ന് മുങ്ങൽ വിദഗ്ധൻ ചെന്ന് പോയ സാധനം പൊക്കിയെടുത്തുകൊണ്ട് ഒരു വ്യക്തിയെ പൊക്കിയെടുത്തോണ്ട് താണുപോയതിനെ പൊക്കിയെടുത്ത് കരയിൽ കൊണ്ടുവരുന്നത് പോലെ ചില ദുഃഖ സാഹചര്യത്തിന്റെ അകത്തളങ്ങളിൽ താണു കിടക്കുന്ന ചില ഹൃദയങ്ങളെ ഇന്ന് ഈ സമയത്ത് തന്നെ യഹോവയുടെ വചനം അയച്ച് ആ ഹൃദയത്തെ പൊക്കിയെടുത്തു കൊണ്ടുവരുന്ന, അതിനെ ഒരു പുതിയ കരയിൽ കൊണ്ട് നിർത്തുന്ന നിലകളിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്ന ദിനമാണ് ഇതെന്ന് എത്ര പേർ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കും. ഉടിക്കന ഹദ്ദൽ ഗമനഘടകസി. നിന്റെ ഹൃദയത്തെ പൊക്കിയെടുക്കാൻ നിന്നെ മുക്കിക്കളഞ്ഞ ചില ദുഃഖത്തിന്റെ കടലുകൾ, ദുഃഖത്തിന്റെ കടലിന്റെ ആഴങ്ങളിൽ എവിടെയോ താണുപോയ ചില മനസ്സുകളെ, ചില നിരാശയുടെ മനസ്സുകളെ, തകർന്നു കിടക്കുന്ന ചില മനസ്സുകളെ എന്റെ ദൈവത്തിന്റെ വചനം ഇന്ന് ഈ സമയത്ത് അയച്ച് ഹല്ലേലൂയ അവൻ നിനക്ക് സൗഖ്യം തരുകയാണ്, അവൻ നിനക്ക് ജീവൻ തരുകയാണ്. ഒരു മുങ്ങൽ വിദഗ്ധൻ ചെന്ന് പോലും അടിയിൽ കിടക്കുന്നത് പിടിച്ച് അവന്റെ കയ്യിൽ കൊണ്ടുവന്ന് ഉയർത്തിക്കൊണ്ടുവരുന്നത് പോലെ, അതിനെ എടുത്തുകൊണ്ട് കരയിൽ വരുന്നത് പോലെ ദൈവത്തിന്റെ വചനം ഇന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ജീവനും ചൈതന്യവും ഇരുവാത്തലയേക്കാൾ മൂർച്ചയേതിലും പ്രാണനും ആത്മാവിനെ സന്ധിബന്ധങ്ങളെ വേർപിടിക്കും തുളച്ചു ചെല്ലുന്ന യഹോവയുടെ സത്യ വചന ഇതാ നിനക്ക് വേണ്ടി ഇന്ന് ഇടപെടുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സങ്കീർത്തനക്കാരന് വേണ്ടി അത് ഇടപെട്ടു എങ്കിൽ ഇന്ന് ഈ സമയത്ത് നിനക്ക് വേണ്ടി ഇടപെടുകയാണ്. അതുകൊണ്ട് വചനം കേട്ടുകൊള്ളുക, വിശ്വാസത്തോട് ഉറക്കെ പറ, ഹല്ലേലൂയ എന്നെ നിവർത്തി നിർത്തുന്ന ഒരു ദൈവമുണ്ട്, എന്നെ നിവർത്തുന്ന ഒരു ദൈവമുണ്ട്. ആ പദം ആവർത്തിച്ച് പറയുന്നു. നിവരാൻ കഴിയാതെ വണ്ണം, ഉയരാൻ കഴിയാതെ വണ്ണം, വിടരാൻ കഴിയാതെ വണ്ണം, ശോഭിക്കാൻ കഴിയാതെ വണ്ണം, ഒന്ന് മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം ഒതുക്കി വെച്ചിരിക്കുന്ന ഏത് വിഷാദത്തിന്റെ കെട്ടുകളായാലും, ഏത് നിരാശയുടെ കെട്ടുകളായാലും, ഏത് രോഗത്തിന്റെ കെട്ടുകളായാലും, ഏത് അന്ധകാരത്തിന്റെ കെട്ടുകളായാലും, ഏത് പൈശാചിക കെട്ടുകളായാലും ഉടവന ഹദൽ ഗമനഘടകസി ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോ ഉണ്ടായതുപോലെയുള്ള യഹോവയുടെ സത്യവചനം ഇതാ നിനക്ക് വേണ്ടി ഇപ്പോൾ പുറപ്പെടുകയാണ്. അവന്റെ വചനം നിനക്ക് വേണ്ടി പുറപ്പെടുകയാണ്. അവന്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുകയാണ്. ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച അതേ വചനം ഇന്ന് നിനക്ക് വേണ്ടി പുറപ്പെടുന്നു. നീ വെളിച്ചമാകട്ടെ, നീ എഴുന്നേറ്റ് പ്രകാശിക്കട്ടെ, നീ എഴുന്നേറ്റ് പ്രകാശിക്കട്ടെ. യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു.
അതുകൊണ്ട് എഴുന്നേൽക്കുവാൻ ദൈവാത്മാവ് ബുദ്ധി പറയുകയാണ്. ഹല്ലേലൂയ. നിന്റെ മനസ്സൊന്ന് ഉണരട്ടെ, നിന്റെ ഹൃദയം ഒന്ന് ചൈതന്യപ്പെടട്ടെ, നിന്റെ ഹൃദയം ഒന്ന് ബലപ്പെടട്ടെ. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ദൈവത്തിന്റെ തേജസ് ഉദിച്ചു വരുന്ന കാഴ്ചകൾ ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാണ്. നിനക്ക് വേണ്ടി പ്രകാശം ഉദിച്ചു വരുന്നു, നിനക്ക് വേണ്ടി പ്രകാശം ഉദിച്ചു വരുന്നു. പ്രാണൻ വിഷാദം കൊണ്ട് ഞരങ്ങുന്നു. സ്തോത്രം. അപ്പൊ മനസ്സിനെ തകർക്കുന്ന ഈ ദുഃഖക്കെട്ടുകൾ പലപ്പോഴും നമ്മെ ശരീരവും ദണ്ണിപ്പിച്ച് ഇനി ജീവിക്കേണ്ട എന്നുള്ള ചിന്തകളിൽ നിരാശയിലോട്ട് വലിച്ചു കൊണ്ടുപോകുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന് അതിനെ നിവർത്താൻ കഴിയും. അതുകൊണ്ടാണ് 57-ാം സങ്കീർത്തനത്തിൽ ഓർപ്പിക്കുന്നത്. 57-ാം സങ്കീർത്തനത്തില് അതിന്റെ 6 വാക്യങ്ങൾ ഓർപ്പിക്കുന്നത്. 57-ന്റെ 6 ഓർപ്പിക്കുന്ന അവർ എന്റെ കാലടികൾക്ക് ഒരു വല വിരിച്ചു, എന്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു. അവർ എന്റെ മുമ്പിൽ ഒരു കുഴി കുഴിച്ചു, അതിൽ അവർ തന്നെ വീണു. എന്നിട്ട് പറയുന്നു, എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ദൈവമേ, എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ഒന്നാമത് ഈ മനസ്സ് തകരാൻ കാരണം അവർ എൻ്റെ കാലടികൾക്ക് ഒരു വല വിരിച്ചു. വല വിരിച്ചത് കണ്ടതേ ഉള്ളൂ, വല വിരിച്ചത് കണ്ടതേ ഉള്ളൂ. വലയിൽ അകപ്പെട്ടോന്ന് എനിക്കറിയില്ല. ഇതുപോലെ നമ്മൾ പലരും സ്വതന്ത്രം വല വിരിച്ചു എന്ന് കണ്ടപ്പോഴേ മനസ്സെന്ത് ചെയ്തു? ഇടിഞ്ഞു. ചില വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ചില തോന്നലുകൾ പരിശുദ്ധാത്മാവ് അങ്ങനെ പറയുന്നു. ചുമ്മാതെ ചില തോന്നലുകൾ പിശാച് നിന്റെ മുമ്പിൽ ഒരു വല പോലെ കൊണ്ടുവരികയാണ്. ആ തോന്നലുകൾ അത് നിന്റെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ അതിനകത്തൊന്നും യാഥാർത്ഥ്യങ്ങളൊന്നുമില്ല, പക്ഷേ നിന്റെ മനസ്സിനെ ഇടിക്കുന്ന അത് നിമിത്തം ചില ചിന്തകളും ചിന്താഭാരങ്ങളും ആ ചിന്തയ്ക്കകത്തോട് ആ ചിന്താഭാരത്തിന്റെ അകത്തോട് ദുഃഖം നിന്റെ ഹൃദയത്തിലോട്ട് ഇറക്കി, നിരാശ നിന്റെ ഹൃദയത്തിലോട്ട് ഇറക്കി, നിന്റെ മനസ്സിനെ ഇടിക്കുന്ന ചില വെല്ലുവിളികളുടെ നടുവിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവാത്മാവ് പറയുന്നു, യഹോവയുടെ വചനത്തിലോട്ട് സദാസമയം ശ്രദ്ധ തിരിക്കുക. ഏതു സമയത്തും ദൈവത്തിന്റെ വചനത്തിലോട്ട് ശ്രദ്ധ തിരിച്ചു വചനത്തെ മുറുകെ പിടിക്കുവാൻ, വചനത്തോട് ചേർന്ന് നിൽക്കാൻ തയ്യാറായാൽ നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ചില വലകൾ അവർ വല വിരിച്ചു. അവരുടെ കാലടികൾക്ക് ഒരു വല വിരിച്ചു. അപ്പൊ നോക്കിക്കേ, എന്റെ മനസ്സ് കിട്ടി. രണ്ടാമത് പറയുന്നു, അവർ എനിക്ക് ഒരു കുഴി കുഴിച്ചു. ഞാൻ കുഴിയിൽ അകപ്പെട്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ കുഴി കുഴിച്ചതേ ഉള്ളൂ. നിനക്ക് വിരോധമായി കുഴിക്കുന്ന ചില കുഴികൾ. ഈ 2 അനുഭവങ്ങളുടെ നടുവിൽ ഇതിന്റെ മുമ്പിലോട്ട് വായിക്കുമ്പോൾ തന്നെ ആ വാക്യങ്ങൾ ഓർപ്പിക്കുന്നുണ്ട്. 4-ൽ ഓർപ്പിക്കുന്നുണ്ട്, എന്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു, അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു. പല്ലുകളും കുന്തങ്ങളും അസ്ത്രങ്ങളും നാവും മൂർച്ചയുള്ള വാളും ആയിരിക്കും. മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ തന്നെ ദൈവമേ, നീ ആകാശത്തിന് മീതെ ഉയർന്നിരിക്കണം. നോക്കിക്കേ, എത്ര വിധമായ വെല്ലുവിളികളാണ്. പിന്നെ ഓർപ്പിക്കുന്നു, എന്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിൽ ഇരിക്കും. പ്രിയരെ, ഞാൻ ഈ വചനഭാഗത്തു നിന്ന് അധികം കാര്യം പറയാതെ മറ്റൊരു വചനഭാഗത്തോട്ട് വരേണ്ടത് കൊണ്ട് ഒന്ന് തൊട്ട് പറയാ. മനസ്സിടിയാതിരുന്നാൽ സിംഹങ്ങളുടെ ഇടയിലും നിനക്ക് സുഖകരമായി ജീവിക്കാം. മനസ്സിലായവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സിംഹങ്ങളുടെ ഇടയിലും നിന്നെ ദൈവം ജീവിപ്പിക്കും. അതാ സിംഹത്തിന്റെ പ്രത്യേകത. മൃഗമാണ്, ബലമുണ്ടല്ലോ, കരുതുന്നു, സുബോധമില്ലല്ലോ. അതിന് തോന്നുന്നതൊക്കെ ചെയ്യും. സ്തോത്രം. ഏത് നിലയിൽ ഒരു കനമുമ്പി കൈകുപ്പിയാലും രക്ഷയില്ല, അതിനെ കാലെ പിടിച്ചാലും രക്ഷയില്ല. അതാ സിംഹം. മനുഷ്യനാണ് പിന്നെ ഇച്ചിരി സുബോധമുണ്ട്, ഇച്ചിരി മനസാക്ഷി ഉണ്ടെന്ന് പറയും. അല്പം പോലും മനസാക്ഷിയില്ലാത്ത നിലകളിൽ നിന്നോട് ഭയറ്റുന്ന ചില സിംഹങ്ങളുടെ ഇടയിലും നിന്നെ സുഖകരമായി ജീവിപ്പിക്കുന്നത് യഹോവയുടെ വചനമാണ്. അപ്പൊ അങ്ങനെ യഹോവയുടെ വചനം നിന്നെ ജീവിപ്പിക്കണമെങ്കിൽ നിന്റെ പ്രാണൻ ഇടിയരുത്.
പിശാചിന്റെ ഏറ്റവും വലിയ പദ്ധതി എന്താണ്? നിന്റെ മനസ്സിനെ ഇടിക്കുക എന്നുള്ളതാണ്. നിന്റെ മനസ്സിനെ ഇടിക്കാനുള്ളത് അല്ലെങ്കിൽ അവൻ വിഷാദം കൊണ്ടുവരുന്നു, ദുഃഖം കൊണ്ടുവരുന്നു, ദുഃഖ സാഹചര്യങ്ങൾ കൊണ്ടുവരുന്നു. ഇന്ന് അല്ലെങ്കിൽ ഈ സമയത്ത് വിളിച്ചു പറയണം, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ കയ്യിൽ സുരക്ഷിതനാണ്. എന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. എന്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിൽ അകപ്പെട്ടു പോയാലും ഹല്ലേലൂയ, ഹല്ലേലൂയ, എന്നെ നിലനിർത്തുന്ന, എന്നെ ജീവിപ്പിക്കുന്ന, എന്റെ ജീവിതത്തിൽ സുരക്ഷിതത്വം തരുന്ന ഒരു ദൈവം എനിക്ക് ഉയരത്തിലുണ്ട്. ഒരു അപ്പൻ എനിക്ക് ഉയരത്തിലുണ്ട്. ഒരു രക്ഷകൻ എനിക്ക് ഉയരത്തിലുണ്ട്. ഒരു കർത്താവ് എനിക്ക് ഉയരത്തിലുണ്ട്. ഒരു നല്ല നാഥൻ എനിക്ക് ഉയരത്തിലുണ്ട് എന്നതിന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് ചില വാക്കുകൾ ഉയർന്നു വരട്ടെ എന്ന് ദൈവാത്മാവ് ചിലരെ നോക്കി പ്രവചിച്ച് ആലോചന കൈമാറുകയാണ്. കുഞ്ഞെ, സിംഹങ്ങളുടെ ഇടയ്ക്കകത്തും നിന്നെ അതിശയകരമായി ജീവിപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആദ്യം നിന്റെ മനസ്സ് ഇടിഞ്ഞു പോകരുത്, നിന്റെ പ്രാണൻ ഇടിഞ്ഞു പോകരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് യഹോവയുടെ വചനത്തെ നീ മുറുകെ പിടിച്ചുകൊള്ളുക. യഹോവയുടെ വചനത്തോട് നീ പറ്റി ചേർന്നിരിക്കുക. യഹോവയുടെ വചനത്തോട് ഹല്ലേലൂയ നീ എത്രത്തോളം അടുക്കാൻ പറ്റുമോ അത്രത്തോളം അടുത്തുകൊള്ളുക. വചനത്തെ നീ ഉരുവിടാൻ തയ്യാറായാൽ, വചനം നീ സ്വീകരിക്കാൻ തയ്യാറായാൽ, വചനം നീ ഏറ്റെടുക്കാൻ തയ്യാറായാൽ, വചനം നിന്റെ ഹൃദയത്തിൽ അടുക്കി വെക്കാൻ തയ്യാറായാൽ, വചനം നിന്റെ ഹൃദയത്തിൽ ശേഖരിക്കാൻ തയ്യാറായാൽ, ആ വചനം നിന്റെ ഹൃദയത്തെ എപ്പോഴും നിവർത്തി നിർത്തുമെന്ന്, അല്ലെങ്കിൽ നിന്റെ മനസ്സിനെ എപ്പോഴും വിടർത്തി നിർത്തുമെന്ന്. ഏത് പ്രശ്നങ്ങളുടെ നടുവിലും നിന്റെ മനസ്സിടിയാതെ നിന്നെ പോഷിപ്പിക്കുന്ന ആഴമേറിയ ദൈവിക സാന്നിധ്യം അനുഭവിക്കേണ്ടതിന് യഹോവയുടെ വചനത്തിലോട്ട് എന്റെ ഹൃദയം തിരിയട്ടെ. വളരെ ആർത്തിയോട് ദൈവത്തിന്റെ വചനം ഭക്ഷിക്കുവാൻ, ദൈവത്തിന്റെ വചനം സ്വീകരിക്കുവാൻ നാം തയ്യാറാകണം. അതുകൊണ്ടാണ് ഇരമ്യാവ് പറഞ്ഞ, യഹോവേ, ഞാൻ നിന്റെ വചനം എന്ത് ചെയ്യുന്നു? കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുക. ഞാൻ ദൈവമേ നിന്റെ വചനം കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുകയാണ്. കഷ്ടവും സങ്കടവും വേദനയും നിരാശയും തകർച്ചയും, അല്ലെങ്കിൽ ഞാൻ എന്തിനാ ജനിച്ചത്, അല്ലെങ്കിൽ എന്റെ അമ്മ എന്നെ എന്തിനാ ജനിപ്പിച്ചത്, അല്ലെ എന്റെ ജന്മദിവസം പോലും ശപിക്കപ്പെടട്ടെ എന്നൊക്കെ നിലകളിൽ ഇരമ്യാവ് വേദനയ്ക്കകത്തു നിന്ന് അല്ലെങ്കിൽ പറയുന്ന പദപ്രയോഗങ്ങളുണ്ട്. നോക്കിക്കേ, സാഹചര്യങ്ങൾ മുഴുവനും ജീവിതത്തിൽ കരച്ചിലിന്റെ അനുഭവങ്ങൾ തരുമ്പോൾ, ഹല്ലേലൂയ, തകർച്ചയുടെ അനുഭവങ്ങൾ തരുമ്പോൾ, ശൂന്യതയുടെ അനുഭവങ്ങൾ തരുമ്പോൾ, വെല്ലുവിളിയുടെ അനുഭവങ്ങൾ തരുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ പ്രാണനെ സിംഹങ്ങളുടെ ഇടയിലോട്ട് വലിച്ചിരക്കുന്നത് പോലെ ആ രോഗം ഒരുപക്ഷെ സിംഹം പോലെ നിന്റെ മുമ്പിൽ മൂർച്ഛിച്ചു നിന്നാലും, ആ ഞെരുക്കം ഒരുപക്ഷെ സിംഹം പോലെ നിന്റെ മുമ്പിൽ വെല്ലുവിളിച്ചു നിന്നാലും, ഉടമൽ ഗമന ഘടകസി, ആ ശൂന്യത ഒരുപക്ഷെ നിന്റെ മുമ്പിൽ ഹല്ലേലൂയ ഒരു വലിയ സിംഹം പോലെ വെല്ലുവിളിച്ചു നിന്നാലും, ഉഷാന ഹദൽ ഗമന ഘടകസി, ദൈവവചനത്തിൽ ആശ്രയിച്ച് വിശ്വാസം പുതുക്കി പ്രാർത്ഥനയിൽ ജാഗരിച്ചുകൊണ്ട് എന്റെ ജനം നിൽക്കുന്നു എങ്കിൽ, ആ സിംഹങ്ങളുടെ ഇടയിൽ നിന്നും ഞാൻ നിന്റെ പ്രാണനെ ഉയർത്തി നിർത്തുന്ന കാഴ്ചകളും അനുഭവങ്ങളും ജീവിതത്തിന് അത് ഒരുക്കി തരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി ആലോചന കൈമാറും. എത്ര പേർക്ക് ഉറപ്പോടെ വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ദൂതേറ്റെടുക്കാൻ പറ്റും? ഉടവലഹതൽ ഗമനഘടകസി, അല്ലെങ്കിൽ ഈ സൂമിൽ ഇരിക്കുന്ന ആരെയും എനിക്ക് പരിചയമില്ല, നിങ്ങളുടെ ഭാഷയെയും എനിക്ക് പരിചയമില്ല, പക്ഷേ എല്ലാ മുഖങ്ങളും എനിക്ക് വ്യക്തമായി കാണാനും കഴിയുകയില്ല. പക്ഷെ എവിടെയൊക്കെ ഇരുന്നാണ് ഈ ശബ്ദം കേൾക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അല്ലെ, എനിക്കും നിങ്ങൾക്കും തമ്മിൽ അല്ലെങ്കിൽ വലിയ പരിചയമൊന്നുമില്ല, പക്ഷെ നമ്മെ നന്നായി അറിയുന്ന ഒരു മഹാദൈവം ഇന്ന് രാത്രിയിൽ, ഇന്ന് ഈ സമയത്ത് നമ്മോട് ബുദ്ധി പറയുകയാണ്. ഉടകൾ ഗമനഘടകസി, അല്ലെങ്കിൽ ഏതൊക്കെ നിലകളിൽ നിന്റെ പ്രാണനെ സിംഹങ്ങളുടെ ഇടയിൽ കൊണ്ട് ഒതുക്കാൻ നോക്കിയാലോ, ഉഷധരാജകതൽ ഗമനഘടകസി, ഈജൻ കടലിന്റെ ഇടുക്കുകൾക്കകത്തളങ്ങളിൽ ഒരു ഭക്തനെ ഒതുക്കിയപ്പോൾ, ആ പദം ആവർത്തിച്ച് പറയുന്നു, ചില കടലിന്റെ ഇടുക്കുകൾക്കടയിൽ, ചില പാറകളുടെ ഇടുക്കുകൾക്കടയിൽ, ആ ഇടുക്കുകൾ ഹല്ലേലൂയ എന്നുള്ള വാക്ക് ഒന്നുകൂടെ വിവരിക്കുകയാണ്. ഇതുപോലെ ചില പാറ
കെട്ടുകളുടെ ഇടുക്കുകൾക്കകത്തളങ്ങളിൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത നിലകളിൽ നിന്നെ ഒതുക്കി കളയുമ്പോ, നിന്നെ തകർത്ത് കളയാൻ നോക്കുമ്പോ, ഉശന്തരാജകതൽ ഗമനകടകസി ഇന്ന് ഈ സമയത്ത് ആത്മാവ് പ്രവചിച്ചു തോന്നുകൈ മാറുന്നു. വിഷാദം കൊണ്ട് നീ ഉരുകേണ്ടവനല്ല, വിഷാദം കൊണ്ട് നീ ഉരുകി 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 തീരേണ്ടവനല്ല, ദുഃഖം കൊണ്ട് നീ ഉരുകി 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 അല്ലെങ്കിൽ തീർന്നു പോകാനല്ല. മെഴുകുതിരി ഉരുകുന്നത് പോലെ, മെഴുക് ഉരുകുന്നത് പോലെ നീ ഉരുകേണ്ടവനല്ല, നീ നിവർന്നു നിൽക്കേണ്ടവനാണ്. ഞാൻ നിന്നെ നിവർത്തുന്ന ദൈവമാണ്, ഞാൻ നിന്നെ നിവർത്താൻ ഇതാ എന്റെ വചനം നിന്റെ സമീപത്തോട്ട് അയക്കുകയാ. വിശ്വസിക്കുന്ന ജനത്തിന് അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചില വിടുതലുകൾ സംഭവിക്കട്ടെ. വെളിപ്പെട്ടു വന്ന വചനത്തിന്റെ ദൂതുകൾ എന്ന് അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ജനത്തിന് യേശുവിന്റെ നാമത്തിൽ നിവർത്തിക്കപ്പെടട്ടെ. അല്ലെ ചില ഈജൻ കടലിന്റെ ഇടുക്കുകളിൽ ഒതുക്കുന്നത് പോലെ ചില ഏതൊക്കെയോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളുടെ ഇടുക്കുകൾക്കകത്തളങ്ങളിൽ അതിനകത്ത് കൊണ്ട് പ്രാണനെ, മനസ്സിനെ, ഹൃദയത്തെ ഇടുക്കി 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 അല്ലെങ്കിൽ വിഷാദം കൊണ്ട് അല്ലെ ഉരുക്കി ഉരുക്കി തകർക്കാൻ നോക്കുന്ന ചില ദുഷ്ട വെല്ലുവിളികൾ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ എന്ന ഈ സമയത്ത് അല്ലെങ്കിൽ ജനത്തെ വിട്ടുമാറട്ടെ. അടകെട്ടി, വാതകെട്ടി, വേദികെട്ടി, വൈശക്കെട്ടി, വൈഡമനകടകത്തി യേശുവിന്റെ നാമത്തിൽ അല്ലെ ജനം സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ജനം സ്വാതന്ത്ര്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ജനം പുറത്തു വരട്ടെ. ഒരു സാധ്യതകളുമില്ലാത്ത, ഒരു സാധ്യതകളുമില്ലാതെ അല്ലെങ്കിൽ മുഴുവൻ ആളുകളെയും കടത്തിയപ്പോ അവരുടെ അസ്ഥികൾ അല്ലെങ്കിൽ സ്വത്ര ഈജൻ കടലിന്റെ ഇടുകിടുകളിൽ അല്ലെങ്കിൽ ഒതുങ്ങി തുറന്നപ്പോ അല്ലെങ്കിൽ യോഹന്നാൻ മടങ്ങി വന്നതുപോലെ, യോഹന്നാൻ എഫെസോസിലേക്ക് മടങ്ങി വന്നതുപോലെ ഒരു മടങ്ങി വരവ് അല്ലെങ്കിൽ അകപ്പെട്ട ചില കുഴിക്കകത്തു നിന്ന്, അകപ്പെട്ട ചില കടലുകൾക്കകത്തു നിന്ന്, അകപ്പെട്ട ചില വിഷാദത്തിന്റെ അകത്ത് നിന്ന്, അകപ്പെട്ട ചില വേദനയ്ക്കകത്ത് നിന്ന് യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഈ ജനം ഇപ്പോൾ സ്വാതന്ത്ര്യമായി പുറത്തു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്, യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. അടുത്ത പദം പറയുന്നത് അല്ലെ അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുകയാണ്. ഹല്ലേലൂയ. നോക്കിക്കേ, സിംഹങ്ങൾ അല്ലെ നിനക്ക് വിരോധമായി നിൽക്കുന്നു. രണ്ടാമത് പറയുന്നു അഗ്നി ജ്വലിക്കുന്നവരുടെ ഇടയിൽ. എന്താ അഗ്നിയുടെ പ്രത്യേകത? ഭയങ്കര ചൂടാണല്ലേ, വല്ലാതെ നിന്റെ മനസ്സിനെ വിഷമിപ്പിക്കുകയല്ലേ കുഞ്ഞെ. നിന്റെ ഹൃദയം, നിന്റെ ജീവൻ ഉരുകാൻ ദൈവം അനുവദിക്കത്തില്ല. ആ പദം ആവർത്തിച്ച് പറയുന്നു. നിന്റെ ലൈഫ് ചില കഷ്ടതയ്ക്കകത്ത് ഉരുകിത്തീരുമെന്നാണ് പിശാച് വാദിക്കുന്നത്. എന്നാൽ സ്വർഗം പറയുന്നു ഏതൊക്കെ തരത്തിലുള്ള അഗ്നികൾ ജ്വലിച്ചാലും അതിന്റെ നടുവിലും നിന്നെ നിവർത്തുന്ന ഒരു ദൈവമുണ്ട്. ഉറപ്പോടെ സ്വത്രം പറഞ്ഞോ, ഉറപ്പോടെ സ്വത്രം പറഞ്ഞോ, ധൈര്യത്തോടെ സ്വത്രം പറഞ്ഞോ. ഉപക്ഷമനാരകൾ ഗമനഘടകസി, ഉടിവിൽ ഗമനാരകതൽ ഗമനഘടകസി. അല്ലയോവേ, നിന്നെ അഗ്നിജ്വാല കൊണ്ട് ഉരുക്കാൻ നോക്കിയാലും നിന്റെ ജീവിതം അങ്ങനെ ഉരുകി തീരത്തില്ലെന്ന്, നിന്റെ ജീവിതം അങ്ങനെ ഉരുകി തീരത്തില്ലെന്ന് ആരോടോ ആത്മാവ് പ്രവചിച്ച് തോന്നുകറിയുന്നു. അല്ല, നഷ്ടങ്ങളും കഷ്ടങ്ങളും വേദനകളും രോഗങ്ങളും ക്ഷീണങ്ങളും കുത്തുവാക്കുകളും പ്രയാസത്തിന്റെ വാക്കുകളും വിമർശനത്തിന്റെ വാക്കുകളും വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ കൊണ്ട് നിന്റെ ജീവനെ ഉരുക്കി 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 ഹല്ലേലൂയ അവസാനിപ്പിക്കാമെന്ന് പിശാചേ നീ വാദിച്ചു എങ്കിൽ നടക്കത്തില്ല. ഞങ്ങൾക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്, ഞങ്ങൾക്കൊരു രക്ഷകനുണ്ട്, ഞങ്ങൾക്കൊരു ഉടയവനുണ്ട്, ഞങ്ങൾക്കൊരു ഉടമസ്ഥനുണ്ട്. ഞങ്ങളുടെ ഉടമസ്ഥന്റെ വചനം കൊണ്ട് ഞങ്ങൾ ജീവിക്കുമെന്ന്, ഞങ്ങളുടെ ഉടമസ്ഥന്റെ വചനം കൊണ്ട് ഞങ്ങൾ എഴുന്നേൽക്കുമെന്ന്, ഞങ്ങളുടെ ഉടമസ്ഥന്റെ വചനം കൊണ്ട് ഞങ്ങൾ പുതിയ അവസ്ഥയിലോട്ട് കാലെടുത്ത് വെക്കുമെന്ന് എത്ര പേർക്ക് ഇപ്പോൾ ഉറപ്പോടെ പ്രഖ്യാപിക്കാൻ കഴിയും? കേരി കട ശബല റകൽ ഗമനഘടകസി ഉടരവന ഹദല രഗദൽ ഗമനഘടകസി ഉടഗമന ഹദ്ദല രഗദൽ ഗമനഘടകസി. ദൈവമക്കളെ, അല്ലെ പ്രാണൻ, ജീവൻ അല്ലെ ചില കഷ്ടതയ്ക്കകത്ത് ഉരുകി തീരാനുള്ളതല്ല, ഉരുക്കാനുള്ളതല്ല. പിശാച് ഉരുക്കുമെന്ന് പറയുന്നത്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. സ്വർഗ്ഗം പറയുന്നു ഞാൻ എന്റെ വചനം കൊണ്ട് നിവർത്തും, എന്റെ വചനം കൊണ്ട് നിവർത്തുമെന്ന്, എന്റെ വചനം കൊണ്ട് ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കുമെന്ന്, എന്റെ വചനം കൊണ്ട് ഞാൻ നിനക്ക്
പുതിയ അവസ്ഥകൾ ഒരുക്കി തരുമെന്ന്, ഞാൻ നിനക്ക് പുതിയ സാഹചര്യങ്ങൾ ഒരുക്കി തരുമെന്ന് എത്ര പേർക്ക് ധൈര്യത്തോട് പറയാൻ കഴിയും? അവാ തുറന്ന് നിങ്ങൾ സ്വത്രം പറ. അടവന ഹതൽ ഗമന ഘടകസി കടകൾ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്ക. ഉഷന്ധനഘടക വൈഡൽ കമല ഘടകസി. യേശുവിന്റെ നാമത്തിൽ ചില വിടുതലുകൾ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അല്ല ജീവിതത്തെ ഉരുക്കുന്ന ചില വാക്കുകൾ നിന്നുപോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ജീവിതത്തെ ഉരുക്കുന്ന ചില പ്രവർത്തികൾ നിന്നുപോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ജീവിതത്തെ ഉരുക്കുന്ന ചില സംഭവങ്ങൾ നിന്നുപോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ജീവിതത്തെ ഉരുക്കുന്ന ചില ഭയങ്കര വെല്ലുവിളികൾ, ചില കഠിനമായ പാതകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ നിന്നുപോകട്ടെ. വെട്ടക്കട്ടം വെട്ടച്ചാലം വെട്ടിച്ചോദം വാദക്കട്ടം ദൂരച്ചാലം ഉപശാല ഹദ്ദൽ കെട്ടി മർമന ഹദ്ദൽ ഗമന റഗശാദന ഈയോ അശസ്തേദിനി അൽഖമന ഘടകസി. ഹല്ലേലൂയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവകൃപ വെളിപ്പെട്ടു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ജനത്തിന് ഒരു എഴുന്നേൽപ്പിന്റെ അനുഭവങ്ങൾ ഇന്ന് ഇപ്പോൾ വെളിപ്പെട്ടു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ശബാല ഹത്തല റീബാല ഹന്തൽ ഗമനഘടകസി ഉടബല ഹതന റഗൽ ഗമനഘടകസി. അല്ലെങ്കിൽ അഗ്നി ജ്വലിക്കുന്നവരുടെ അല്ലെങ്കിൽ നടുവിലാ ഞാൻ കിടക്കുന്നത് കേട്ടോ. ഹല്ലേലൂയ. പ്രാണൻ സിംഹങ്ങളുടെ ഇടയിൽ, രണ്ട് അഗ്നി ജ്വലിക്കുന്നവരുടെ ഇടയിൽ, ഇതിന്റെ നടുവിൽ ഈ ഭക്തൻ രക്ഷപ്പെട്ടത് എങ്ങനാ? ഇടിഞ്ഞുപോയ മനസ്സിലെ ദൈവം പണിതു. ഹല്ലേലൂയ. മനസ്സിടിയാതെ നിന്നാൽ നിനക്ക് ഹല്ലേലൂയ മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ. മനസ്സിടിയാതിരിക്കേണ്ടതിന് ദൈവത്തിന്റെ വചനത്തിലോ അധികം ആശ്രയം വെക്കുവാൻ ദൈവാത്മാവ് ബുദ്ധി പറയുകയാണ്. ഹല്ലേലൂയ. ആവർത്തിച്ച് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, അഗ്നി ജ്വലിക്കുന്നത് പോലെ കഷ്ടതയ്ക്കകത്തളങ്ങളിൽ ഹല്ലേലൂയ ശരീരത്തെയും മനസ്സിനെ ഉരുക്കാൻ പിശാച് ഒത്തിരി പദ്ധതി ഇട്ടു. ഹല്ലേലൂയ. ആദ്യത്തെ പദ്ധതികൾ നഷ്ടങ്ങളുടെ കഥകളായിരുന്നു. ഇയ്യോബ് അതിനകത്ത് ഉരുകിയില്ല. രണ്ടാമത് അവന്റെ ശരീരത്തെ മുഴുവനും ഓട്ട് കഷ്ണമിട്ട് മാന്തുന്നത് പോലെ അവന്റെ മാംസത്തെ, ആരോഗ്യത്തെ ഉരുക്കാൻ നോക്കി. രണ്ടിന്റെ ബന്ധനങ്ങളെയും പൊട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവൻ മറ്റൊരവസ്ഥയിലോട്ട് മാറിയതുപോലെ പരിശുദ്ധാത്മാവ് പ്രവചിച്ചു ദൂത് കൈമാറുന്നു. നിന്റെ അവസ്ഥയെ മാറ്റുന്ന, നിന്റെ സാഹചര്യങ്ങളെ മാറ്റുന്ന, നിന്റെ ഹല്ലേലൂയ ജീവിതത്തിലെ ദുഃഖത്തിന്റെ കെട്ടുകളെ അഴിക്കുന്ന, വിഷാദത്തിന്റെ കെട്ടുകളെ അഴിക്കുന്ന, നിരാശയുടെ കെട്ടുകളെ അഴിക്കുന്ന, പ്രതിസന്ധിയുടെ കെട്ടുകളെ അഴിച്ച് ഹൃദയത്തെ ഹല്ലേലൂയ നിവർത്തി നിർത്തുന്ന, ഹൃദയത്തെ പണിതെടുക്കുന്ന ആഴമേറിയ ചില ദൈവിക പ്രവർത്തികൾ ജീവിതത്തിൽ കാണേണ്ടതിന് ദൈവത്തിന്റെ വചനത്തോട് ചേർന്ന് നിൽക്കട്ടെ. സ്തോത്രം. ഇവിടെ ഈ ഭക്തർ ഓർപ്പിക്കുകയാ, അതേ പല്ലുകളും കുന്തങ്ങളും അസ്ത്രങ്ങളും നാവുകളും മൂർച്ചയുള്ള വാൾ. സ്തോത്രം. വിരോധമായി വരുന്ന പല്ല്, വിരോധമായി വരുന്ന കുന്തങ്ങൾ, വിരോധമായി വരുന്ന അസ്ത്രങ്ങൾ. ഒരു വാക്ക് കേട്ടാ ഉടനെ തളരേണ്ടവനല്ല ഇനി ദൈവമക്കൾ. സ്തോത്രം. മനസ്സിലായോ? അങ്ങനെ ദുഃഖിച്ച് മൂലയിൽ കുത്തിയിരുന്ന് ജീവിതം ഒരുക്കാനുള്ളതല്ല. യഹോവയുടെ വചനത്തിന്റെ ശക്തി ജീവിതത്തിൽ ഏറ്റെടുത്ത് മുന്നോട്ട് കുതിക്കാനുള്ളവരാണ് ഈ സൂമിൽ ദൈവത്തെ ഇന്ന് സേവിക്കുന്നവർ എന്ന് ദൈവാത്മാവ് ആലോചന കൈമാറും. സ്തോത്രം. അതുകൊണ്ടാണ് ഈ ഭക്തൻ പറയുന്നത്, അതേ ആമേൻ സ്തോത്രം, അവൻ എന്റെ കാലടിക്ക് വല വിരിച്ചു, എന്റെ മനസ്സിടിഞ്ഞു. അവർ എന്റെ മുമ്പിൽ കുഴി കുഴിച്ചു, അതിൽ അവർ തന്നെ വീണു. പക്ഷെ എന്റെ മനസ്സ് ഉറച്ചു. ദൈവമേ, എന്റെ മനസ്സ് ഉറച്ചു. കണ്ടോ? പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ നിന്നെ തൊടാതെ മാറി പോകണമെങ്കിൽ മനസ്സ് ഉറയ്ക്കണം. അങ്ങനെ മനസ്സ് ഉറച്ചു കഴിഞ്ഞാൽ ഈ പ്രതിസന്ധിയുടെ നടുവിൽ അട്ടവാ പറയുന്നു, ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും, എൻ മനമേ ഉണരുക. ഉണ്ടോ? അപ്പൊ മനസ്സിനെ തന്നെ ഈ ഭക്തൻ പറയാ, നീ ഒന്ന് ഉണര്. ഹല്ലേലൂയ. ഇത്രയും വചനം കേട്ടിട്ട് ഇന്നിപ്പോൾ ഉണരാതെ നിൽക്കുന്നവരോട് സ്വർഗം പറയാ, ഉണര്. ആ മനസ്സ് ഉണര്. ആ സങ്കടം അങ്ങോട്ട് മാറ്റിയിട്ട് മനസ്സിനോട് പറയാം, ഒന്ന് ഉണര്. അതൊന്നും ഒരു വെല്ലുവിളി അല്ലെന്ന്, അതൊന്നും ഒരു പ്രശ്നമല്ലെന്ന്, അതൊന്നും ഒരു പ്രയാസമല്ലെന്ന്, അതൊന്നും ഒരു വിഷയമല്ലെന്ന്. അല്ലെങ്കിൽ എനിക്ക് ഇതിനേക്കാൾ വലിയവനായ ഒരു ദൈവമുണ്ട്.
എന്റെ ദൈവം അറിയാതെ എന്റെ തലയിൽ ഒരു മുടി പോലും പൊഴിഞ്ഞു പോകത്തില്ല എന്ന ഉറച്ച വിശ്വാസത്തോട് ഈ ഭക്തൻ പറഞ്ഞതുപോലെ എന്റെ മനമേ, എന്റെ മനസ്സേ, അല്ലെങ്കിൽ നീ ഒന്ന് ഉണരുക, ഉണരുക. എന്റെ മനമേ, നീ ഒന്ന് ഉണരാൻ ദൈവാത്മാവ് ആലോചന കൈമാറുക. മനസ്സുണരാൻ തയ്യാറായാൽ, മനസ്സുണരാൻ തയ്യാറായാൽ നീ ഇനിയും കുതിക്കാൻ പോകുകയാണ്. നിന്നെ ഉരുക്കാൻ ആ ശത്രു നോക്കിയെങ്കിൽ നിന്റെ മനസ്സിനെ നീ ഇന്ന് ഉണർത്താൻ തയ്യാറായാൽ, അല്ലെങ്കിൽ നീ ഒന്ന് പാടാൻ തയ്യാറായാൽ, നീ വീണയും കിന്നരവുമായുള്ളവരെ ഉണരുവീൻ. നീ നിന്റെ വീണയും കിന്നരവും ഒക്കെ ഒന്ന് എടുക്ക, നീ ഒന്ന് പാട, നീ മറന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ തയ്യാറാക, ദൈവത്തിന് ആരാധന കൊടുക്കാൻ തയ്യാറാക. ആ വേദനയുടെ നടുവിൽ നീ ദൈവത്തെ സ്തുതിക്ക്. നിന്റെ മനസ്സിനെ ഉണർത്തിക്കൊണ്ട് നീ പാടാൻ തയ്യാറായാൽ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി ഓർക്കുന്നു. മനസ്സിനെ ഉണർത്താൻ ദൈവം തന്നെ വചനം അയക്കുമ്പോൾ അല്ലെങ്കിൽ ഉണരാൻ തയ്യാറാകും. സ്തോത്രം. ഞാൻ ആരംഭത്തിൽ തന്നെ ഓർപ്പിച്ചതുപോലെ കടലിന്റെ അകത്ത്, വെള്ളത്തിന്റെ അകത്ത് ഒരു വസ്തു താണുപോയി, ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ, സ്തോത്രം, ഒരു മുങ്ങൽ വിധത്തിന് മുങ്ങിച്ചെന്ന് അതിനെ എടുക്കാൻ പോകുമ്പോ അവന്റെ കൈക്ക് പിടി കൊടുത്തെങ്കിലല്ലേ ഹല്ലേലൂയ അതുമായിട്ട് പൊക്കി വരാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ ദൈവത്തിന്റെ വചനത്തിന് നീ ഒന്ന് പിടികൊടുക്ക. അതാ പറയുന്നത്, നിന്റെ മനസ്സിനെ നീ ഒന്ന് ഉണർത്ത. ഇനി ആ സങ്കടം മറക്ക, ആ വേദന മറക്ക, ആ അനുഭവം മറക്ക, ആ ചിന്ത മറക്ക. എന്നിട്ട് നീ ഉണരാൻ തയ്യാറായാൽ ദൈവം ഇന്ന് നിന്നെ പൊക്കിയെടുക്കുക. നല്ല മനസ്സുണർന്നാൽ ദൈവം നിന്നെ പൊക്കിയെടുത്ത നീ എങ്ങനെ ആയിത്തീരും? ഇരമ്യാ പ്രവചനം എടുക്കാം. ഇരമ്യാ പ്രവചനം മനസ്സുണർത്തിയാൽ നീ എങ്ങനെ ആയിത്തീരും? ഇരമ്യാ പ്രവചനം ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അതിന്റെ 11-ാമത്തെ വാക്യം, ഇരമ്യാ പ്രവചനം ഹല്ലേലൂയ, അതിന്റെ 11-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ആരെങ്കിലും എടുത്തവർക്ക് സൂമിലൂടെ ഒന്ന് മൈക്ക് ഓണാക്കി ഒന്ന് വായിക്കാമോ? യഹോവയെങ്കിൽ നിന്ന് ഇരമ്യാവിനുണ്ടായ അരുളപ്പാട്, ഈ നിയമത്തിന്റെ വചനങ്ങളെ നിങ്ങൾ കേട്ട് യഹൂദ പുരുഷന്മാരോടും യെരൂശലേം നിവാസികളോടും പ്രസ്താവിക്കുവിൻ. നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ നിയമത്തിൻ വചനങ്ങളെ കേട്ടനുസരിക്കാത്ത മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. ഇരമ്യാ പ്രവചനം 20:11 വായിച്ചത്? അല്ല, ഇരമ്യാ പ്രവചനം 20:11. കണ്ടോ? എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ വായിച്ചോ, എന്നോട് കൂടെയുണ്ട്. ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും, അവർ ജയിക്കുകയില്ല. അവർ ബുദ്ധിയോടെ പ്രവർത്തിക്കായികയാൽ ഏറ്റവും ലജ്ജിച്ചു പോകും. ഇനി മൈക്ക് ഓഫ് ആക്കിക്കോ. ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ കൊടുത്ത് വായിക്കാൻ പറയുന്നത്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അതെല്ലാം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. സ്തോത്രം, ലൂയ. അതേ, നോക്കിക്കേ, മനസ്സിനെ ഉണർത്താൻ തയ്യാറായ, വിഷാദം കൊണ്ട് തകർച്ച കൊണ്ട് ഹൃദയത്തെ, ജീവനെ, പ്രാണനെ ഉരുക്കാൻ നോക്കുന്ന ദുഷ്ടശക്തിയുടെ നടുവിൽ ദൈവത്തിന്റെ വചനം സ്വീകരിക്കാൻ തയ്യാറായ, വചനം കൊണ്ട് ജീവിതത്തെ ഉണർത്താൻ തയ്യാറായാൽ, ഉണരാൻ തയ്യാറായാൽ, നീ പാടാൻ തയ്യാറായാൽ, സ്വർഗം പറയുന്നു ഹല്ലേലൂയ, ഒരു മഹാവീരനെ പോലെ ദൈവം നിന്നോട് കൂടെ ഉണ്ടെന്ന് നീ അനുഭവിക്കാൻ പോകുക. ദൈവം നിന്നോട് കൂടെ ഉണ്ടെന്ന് കേട്ട് കേൾവിയിലല്ല നീ ഇനി അറിയുന്നത്, നീ അത് അനുഭവിക്കാൻ പോകുക. അക്ഷരാർത്ഥത്തിൽ യഹോവ ഒരു മഹാവീരനെ പോലെ, എത്ര പേർ പുറപ്പുണ്ട്? യഹോവ ഒരു മഹാവീരനെ പോലെ നിന്നോട് കൂടെ ഉണ്ടെന്ന് നീ അനുഭവിക്കാൻ പോകുകയാണ്. നിനക്കത് സംഭവിക്കാൻ പോകുകയാണ്. വിശ്വാസം ഉള്ളവർ ആ കരങ്ങൾ ഉയർത്തിപ്പറ, അത് സംഭവിക്കാൻ പോകുന്നു. ഒരു മഹാവീരനെ പോലെ, ഒരു മഹാവീരനെ പോലെ. സ്തോത്രം,
അല്ലെങ്കിൽ ഇങ്ങനെ ഉണരാൻ കാരണം എന്താണ്? ഇങ്ങനെ ഉണരാൻ കാരണം എന്താണ്? യിരെമ്യാ പ്രവചനം ഈ 20-ാം അധ്യായത്തിൽ തന്നെ ഓർപ്പിക്കുന്നതിന്റെ 8-ാമത്തെ വാക്യം മുതൽ ഇങ്ങോട്ട് വായിക്കുമ്പോൾ എല്ലാവരും എന്നെ പരിഹസിക്കുന്നു, സംസാരിക്കുമ്പോൾ ഞാൻ നിലവിളിക്കുന്നു, സാഹസത്തെയും ബലാത്കാരത്തെയും കുറിച്ച് ആവലാതി പറയേണ്ടി വരുന്നു. അങ്ങനെ യഹോവയുടെ വചനം എനിക്ക് ഇടപെടാതെ നിന്ദിക്കും പരിഹാസത്തിനും ഹേതുവായിരിക്കുന്നു. ഞാൻ ഇനിയും അവനെ ഓർക്കുകയില്ല, അവന്റെ നാമത്തിൽ സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞാലും അത് എന്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് എന്റെ ഹൃദയത്തിൽ തീ കത്തുന്നത് പോലെ ഇരിക്കുന്നു. പ്രിയ ദൈവം മക്കളെ, ഇന്ന് ഈ വചനത്തിന്റെ ദൂത് നിങ്ങൾ മറക്കരുത്, ഇതിന്റെ റൂട്ട് നിങ്ങൾ മറക്കരുത്. യിരെമ്യാവ് പറയുന്നു, എന്നെ എല്ലാവരും പരിഹസിക്കുന്നു, എനിക്കെതിരെ സാഹസം ചെയ്യുന്നു, എനിക്കെതിരെ ആവലാതികൾ വരുന്നു, എനിക്ക് ആവലാതി പറയാനേ സമയമുള്ളൂ, അല്ലാത്ത വേദനയും സങ്കടങ്ങളും പ്രയാസങ്ങളുമാണ്. ഈ ഇടപെടാതെ ഇതെല്ലാം നിന്നയാകുന്നു. ഇനി ഞാൻ ഈ നാമത്തിൽ മിണ്ടത്തില്ല, ഇനി ഞാൻ ഈ നാമത്തിൽ സംസാരിക്കത്തില്ല, എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞാൽ പോലും എന്നെ കൊണ്ട് പറ്റത്തില്ല. കാരണം ഇന്നലകളിൽ ധ്യാനിച്ചെടുത്ത അവന്റെ വചനം എന്റെ അകത്തളങ്ങളിൽ തീ കത്തുന്നത് പോലെ ഇരിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ, ഇന്ന് ഈ സമയത്ത് ഓർപ്പിക്കുന്നു, വചനം നിന്റെ ഹൃദയത്തിൽ തീ കത്തുന്നത് പോലെ ചില കത്തുന്ന അനുഭവങ്ങൾ നിനക്കുണ്ടെങ്കിൽ, അങ്ങനെ ഒരു അനുഭവം നിനക്കുണ്ടെങ്കിൽ ഉടവൽ ഗമന നീ ഉണരുക. ഒരു മഹാവീരനെ പോലെ, ഒരു യോദ്ധാവിനെ പോലെ നിന്നെ സഹായിപ്പാൻ, നിന്നെ രക്ഷിപ്പാൻ, നിന്നെ മുന്നോട്ട് നടത്താൻ, നിനക്ക് തുണയായി തീരാൻ, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ മഹാദൈവം നിന്റെ പക്ഷത്ത് നിൽക്കുന്ന അനുഭവങ്ങൾ കൊണ്ട് നീ നടത്തപ്പെടുകയാണ്. ഇന്ന് നീ ഒറ്റയാനാണെന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയല്ലേ? എന്റെ പക്ഷത്ത് നിൽപ്പാൻ ആരുമില്ലെന്ന് നീ പറയുകയല്ലേ? എന്റെ വാക്ക് മനസ്സിലാക്കാൻ ആരുമില്ലെന്ന് നീ പറയുകയല്ലേ? ഞാൻ പറയുന്നത് ആരും മനസ്സിലാക്കുന്നില്ല എന്ന് നീ പറയുകയല്ലേ? എന്റെ സങ്കടം ഞാൻ ആരോട് പറയും? ആരുമില്ലല്ലോ എന്ന് പറയുകയല്ലേ? ഇതാ നിന്റെ പക്ഷത്ത് നിൽക്കാൻ ലോകത്തിൽ ആരുമില്ലെങ്കിലും, ലോകത്തിൽ ആരുമില്ലെങ്കിലും പക്ഷത്ത് നിൽക്കേണ്ടവർ പോലും അകന്നു മാറുമ്പോഴും ഉടവൽ ഗമന ഘടകസി, ജീവനും ചൈതന്യവും ഇരുവാത്തലയേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമന്യങ്ങളെ വേർപിടിക്കുമ്പോൾ തുളച്ചു ചെല്ലുന്ന യഹോവയുടെ വചനം ഒരു ഭക്ഷണ പദാർത്ഥം പോലെ നീ ഭക്ഷിക്കാൻ തയ്യാറായാൽ, അത് നിന്റെ ആസ്തികളിൽ അടയ്ക്കപ്പെടുവാൻ നീ തയ്യാറായാൽ, അത് നിന്റെ ഒരു നിക്ഷേപമാക്കി നീ നിന്റെ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചാൽ, ഒരു യോദ്ധാവിനെ പോലെ നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ദൈവം യിരെമ്യാവിന്റെ പുസ്തകം പഠിക്കുമ്പോൾ അതെ, ഈ 20-ൽ തന്നെ 18-ാം വാക്യത്തിൽ പറയുന്ന കഷ്ടവും സങ്കടവും അനുഭവിച്ച് ജീവകാലം മുഴുവൻ ലജ്ജയിൽ കഴിച്ചു കൂടേണ്ടതിന് ഞാൻ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നത് എന്തിന് എന്നുള്ള ചോദ്യത്തിന്റെ നടുവില് നോക്കിക്കേ, ഈ കഷ്ടവും സങ്കടവും അനുഭവിച്ച് യിരെമ്യാവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എന്നും കരച്ചില, എന്നും വേദന, എന്നും ദുഃഖം. പക്ഷേ അവന്റെ ജീവിതം ആത്മഹത്യയിൽ അവസാനിച്ചില്ല. അവന്റെ ജീവിതം ശത്രുവിന്റെ വാളാൽ അവസാനിച്ചില്ല. അവസാനം ബാബിലോണി ആധിപത്യം, നെബൂഖദ്നേസറിന്റെ ആധിപത്യം വന്ന് ഇസ്രായേൽ മുഴുവനെ തകർത്തു കളയുമ്പോഴും അവിടെയുള്ള ജനങ്ങളെ പിടിച്ചു കൊണ്ടുപോകുമ്പോഴും തിരുവചനം പറയുന്നു, യിരെമ്യാവിനെ അവിടെ വിട്ടേച്ചുപോയി, യിരെമ്യാവിനെ അവിടെ വിട്ടേച്ചുപോയി. ഉടൽ ഗമന ഘടകസി പ്രവചന ശബ്ദമായി ഇന്ന് തന്റെ ജനത്തിന് കൈമാറുകയാണ്. എന്തെല്ലാം നഷ്ടങ്ങൾ വന്നാലും, ഏത് നെബൂഖദ്നേസറിന്റെ ആധിപത്യം വന്ന് മുഴുവൻ ദേശത്തെ തുടച്ചു മാറ്റി എല്ലാം തകർത്തുകൊണ്ട് കുറെ പേരെ വാളിനിരയാക്കി, കുറെ പേരെ പിടിച്ചുകൊണ്ട് ബാബിലോണിലോട്ട് കൊണ്ടുപോയാലും, യിരെമ്യാവേ, നിന്റെ മേൽ കൈവെക്കാതെ, നിന്നെ ആരെയും പിടിച്ചു കൊണ്ടുപോകാതെ നിന്നെ നിർത്തിയതിന്റെ രഹസ്യം എന്താ? അവൻ വിളിച്ചു പറയുന്നു, ഒരു മഹാവീരനെ പോലെ യഹോവ എന്റെ പക്ഷത്തുണ്ടായിരുന്നു. അസ്തമിച്ചു എന്ന് പറയുന്നിടത്ത് പുതിയ ചില തുടക്കങ്ങൾ തരാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. തീർന്നു പോയി എന്ന് പറയുന്നിടത്ത് പുതിയ ചില ആരംഭങ്ങൾ കുറിക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഒരു മഹാവീരനെ പോലെ ദൈവം നിന്റെ പക്ഷത്ത് നിൽക്കേണ്ടതിന്, ഒരു യോദ്ധാവിനെ പോലെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി യുദ്ധം ചെയ്യേണ്ടതിന്
അല്ല ദൈവത്തിന്റെ വചനത്തിൽ അല്ല നീ അഭയം ചൊല്ലട്ടെ, ദൈവത്തിന്റെ വചനത്തിൽ നീ ആശ്രയിക്കട്ടെ. വചനം നിന്റെ അകത്തളങ്ങളിൽ എന്നും അല്ലേ നിക്ഷേപമായിരിക്കട്ടെ. സ്തോത്രം. ഒരു മഹാവീരനെ പോ എന്നോട് കൂടെയുണ്ട്. ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും. സ്തോത്രം. നീ ഇടറി വീഴണമെന്നായിരുന്നു ശത്രുവിന്റെ ആഗ്രഹം. ആ രോഗം നിന്നെ ഇടർത്തി വീഴ്ത്താണ്, ആ കടഭാരം നിന്നെ ഇടർത്തി വീഴ്ത്താണ്, ആ ഹല്ലേലൂയ ദുർഘടമായ ചില മേഖലകൾ നിന്നെ ഇടർത്തി വീഴ്ത്താണ്. പക്ഷെ സ്വർഗം പറയുന്നു, നീ വചനത്തിൽ അഭയം ചൊല്ലിക്കോ, നീ വചനത്തെ മുറുകെ പിടിച്ചോ, നീ വചനത്തോട് ചേർന്ന് നിന്നോ. ഹല്ലേലൂയ. നിന്റെ പ്രാണൻ ഉരുകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ നിനക്ക് വേണ്ടി മഹാവീരനെ പോലെ നിന്നോട് കൂടെയുണ്ട്. സ്തോത്രം. ഒരു മഹാവീരൻ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മളും ആരായി തീർന്നു? നമ്മളും ആരായി തീർന്നു? വീരന്മാരായി തീർന്നു. മനസ്സിലായോ? ഒരു മഹാവീരൻ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ. ഈ മഹാവീരൻ എന്ന വാക്ക് ഒന്ന് വിവരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സ്തോത്രം. പക്ഷെ സമയമില്ല. ഹല്ലേലൂയ. എല്ലാ നിലയിലും അവൻ മഹാവീരൻ. ശക്തിയിൽ മാത്രമല്ല, കഴിവിൽ മാത്രമല്ല, സാമർത്ഥ്യത്തിൽ മാത്രമല്ല, എല്ലാ നിലയിലും എ ടു ഇസഡ് എല്ലാ നിലയിലും അവൻ മഹാവീരനാണ്. അങ്ങനാണെങ്കിൽ ഒറ്റ വാക്കിൽ ദൂന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുകയാണ്. ഉടല ഹദ്ദന റഗൽ ഗമനഘടകസി അരബല ഹദന റഗൽ ഗമനഘടകസി. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിൽ 24 മണിക്കൂറും ജീവകാലം മുഴുവനും ഒരു മഹാവീരനെ പോലെ എല്ലാ കാര്യത്തിലും എപ്പോഴും അവൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ രക്ഷിക്കും കേട്ടോ. നിനക്ക് ഉപദ്രവം വരുമ്പോൾ നിന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും, ഇടറി വീഴും. കാരണം അർത്ഥപദം പറയുന്നു ഹല്ലേലൂയ. അവർ ജയിക്കത്തില്ലെന്ന്, അവർ ജയിക്കത്തില്ലെന്ന് അവർ ബുദ്ധിയോടെ പ്രവർത്തിക്കാൻ ഞാൻ ഏറ്റവും ലജ്ജിച്ചു പോകുന്നു. അവർക്ക് ബുദ്ധി ഇല്ലാഞ്ഞിട്ടല്ല, മഹാവീരൻ നിന്റെ അടുത്ത് വന്നപ്പോൾ അവരുടെ ബുദ്ധി ഒന്നുമില്ലാതായി പോയി, അവരുടെ ബുദ്ധി ഇല്ലാതായി പോയി. ഹല്ലേലൂയ. മഹാവീരന്റെ മുമ്പിൽ അവരുടെ ബുദ്ധി തോറ്റുപോയെന്ന്, അവരുടെ ബുദ്ധി ഏറ്റവും ലജ്ജിതമാകത്തക്കതുപോലെ ആയിപ്പോയെന്ന് എത്ര പേർക്ക് ഉറപ്പോടെ വിശ്വസിക്കാൻ പറ്റും? ഉടരമന ഹതൽഗമന. അല്ലെങ്കിൽ നിന്നെ അവർ ജയിക്കത്തില്ല, അല്ലെങ്കിൽ ആ കഷ്ടം നിന്നെ ജയിക്കത്തില്ല. ഇന്ന് നിന്റെ മനസ്സിനെ ഉരുക്കുന്ന, നിന്റെ പ്രാണനെ ഉരുക്കുന്ന ആ വിഷയം അല്ലേത്തിന്റെ നടുവിൽ നീ ഉരുകത്തില്ലെന്ന് പറ, നീ ഉരുകത്തില്ലെന്ന് പറ. ഹല്ലേലൂയ. നീ ഉരുകത്തില്ല. അല്ലെ മഹാവീരനെ പോലെ ദൈവം എന്നെ എഴുന്നേൽപ്പിക്കുകയാണ്. അവന്റെ വചനം എനിക്ക് നിവർത്തിയാക്കി തരുകയാണ്. അവന്റെ വചനം എന്നെ ഉയർത്തുകയാണ്. അവന്റെ വചനത്തിന്റെ ബലം കൊണ്ട്, അവന്റെ വചനത്തിന്റെ ബലം കൊണ്ട് ഞാൻ എഴുന്നേൽക്കാൻ പോകുകയാണ്. എത്ര പേർക്ക് ഉറപ്പോട് വിശ്വസിക്കാൻ പറ്റും? ഒരു മഹാവീരനെ പോലെ, ഒരു മഹാവീരനെ പോലെ എന്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനം 4-ാം ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം, ഫിലിപ്പിയർ 4:13 അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഓർപ്പിക്കുന്നത്. ആമീൻ സ്തോത്രം. ഫിലിപ്പിയർ 4:13 ഫിലിപ്പിയർ 4:13 പറയുന്നു, എന്നെ ശക്തനാക്കുന്നവർ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നവനാകുന്നു. എങ്കിലും എന്റെ കഷ്ടതയിൽ നിങ്ങൾ ഹല്ലേലൂയ കൂട്ടായ്മ കാണിച്ചു നന്നായി. ആ പദം ഇങ്ങനെ പറയുന്നു, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകണം. ആ പദം നിങ്ങൾ ശ്രദ്ധിച്ച, സകലത്തിനും. എന്തിനാ? ഏതെങ്കിലും ഒരു കാര്യത്തിനാണോ? സകലത്തിനും മതിയായവൻ, സകലത്തിനും മതിയാക്കുന്ന ഒരു ദൈവം. അല്ലെ, സകല കാര്യത്തിലും ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, നിന്നെ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ കൃപ, ഹല്ലേലൂയ. വചനത്തിന്റെ അകത്തളങ്ങളിലൂടെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കൃപ, വചനത്തിന്റെ അകത്തളങ്ങളിലൂടെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി, വചനത്തിന്റെ അകത്തളങ്ങളിലൂടെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകം കൊണ്ട് നീ എന്താണ്? സകലത്തിനും മതിയായവനാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. എങ്ങനെ ശക്തനാക്കുന്നത്? ദൈവത്തിന്റെ വചനം നിന്റെ തോളിൽ വന്ന് തട്ടുകയാണ്, ദൈവത്തിന്റെ വചനം നിന്റെ ഹൃദയത്തിൽ വന്ന് തട്ടുകയാണ്. ആ വചനം നീ ഇന്ന് സ്വീകരിക്കാൻ തയ്യാറായാൽ ഹതബല ഹതൽഗമന നിന്നെ അവൻ ശക്തീകരിക്കാൻ പോകുകയാണ്. ഉപക്ഷമന്തന ഹത്തൽഗമന ഘടകസി. ഹല്ലേലൂയ. വിശ്വാസത്തോട് എത്ര പേർ ദൈവസന്നിധി സ്തോത്രം പറഞ്ഞു
തുടങ്ങും. ഉടകമന ഹതൽ ഗമന ഘടകസി. അല്ലെ, സമയം മുന്നോട്ട് പോയല്ലോ. എല്ലാ കണ്ണുകൾ അടച്ചാട്ട്. ആറാ ബാല ശക്കൽ ഗമന ഘടകസി. അല്ലേ ലൂയ. നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെ നിങ്ങളുടെ കരങ്ങളെ അടിച്ച് അല്പ മിനിറ്റുകൾ ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്, അതെ, എന്റെ കഷ്ടതയിൽ ഞാൻ ഉരുകത്തില്ലെന്ന് അല്ലെ ഇന്ന് പകൽ ഏറ്റുപറ. അല്ലെ, എന്റെ വേദനയിൽ ഞാൻ ഉരുകത്തില്ലെന്ന് അല്ലെ ഏറ്റുപറ. അത് ജയിക്കത്തില്ലെന്ന് ഏറ്റുപറ. അത് ജയിക്കത്തില്ലെന്ന് ഏറ്റുപറ. അച്ഛൻ ധനഘടകസി. അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാൻ കൃപയുള്ളവർ എല്ലാവരും കരങ്ങളടിച്ച് സ്തോത്രം ചെയ്ത് അന്യഭാഷകളിൽ അല്പനേരം ജാഗരിക്കട്ടെ. നിന്റെ കൂടാരത്തിന്റെ അകത്തളങ്ങളിൽ ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെട്ട് വരട്ടെ. നീ ഇരിക്കുന്ന ഭവനത്തിന്റെ അകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. നീ ഇപ്പോൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെട്ട് വരട്ടെ. ഉടകമന ഹതൽക്കമനകസി. നിന്നെ ഉരുക്കുന്ന ഏത് ബന്ധനങ്ങളായാലും ഏത് സംഭവങ്ങളായാലും ഏത് സാഹചര്യങ്ങളായാലും അത് ഇന്ന് കൂടാരം വിട്ടു മാറട്ടെ. അത് നിന്റെ ജീവിതത്തിൽ നിന്ന് വിട്ടു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില വേദനകൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില രോഗബന്ധനങ്ങൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ കുടുംബത്തിന്റെ അകത്ത് കലഹമുണ്ടാക്കുന്ന അസമാധാനത്തിന്റെ വിത്തുകൾ തകർന്നു മാറട്ടെ. അശം ധനഘടകസി. യേശുവിന്റെ നാമത്തിൽ തലമുറയുടെ മേൽ സൗഖ്യം നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. തടസ്സങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ വഴികൾ തുറന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ പാതകൾ തെളിഞ്ഞു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. പുതിയൊരു സാഹചര്യം, പുതിയൊരു അന്തരീക്ഷം, പുതിയൊരു അനുഭവം യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഇപ്പോൾ തന്നെ തെളിഞ്ഞു വരട്ടെ. വെട്ടക്കെട്ടം, വെട്ടച്ചാലം, വെട്ടക്കെട്ടം, വർത്തച്ചാലം, പാതക്കെട്ടം, വാദിക്കെട്ടം, ദൂരക്കെട്ടി, അസ്ഥലവേദി, അത്തൽക്കെട്ടി, ദൂരച്ചാലം, ഊവച്ചാലം, വന്തക്കെട്ടം, വർത്തക്കെട്ടം, മാനക്കെട്ടം, മസ്തിക്കെട്ടി, മർമ്മൽക്കെട്ടി, പാശസ്ഥാനം, പാശക്കെട്ടി, പാശസ്ഥാനം, പാശക്കെട്ടി, പാശക്കാനം, പാശക്കെട്ടി, പാശസ്ഥാനം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരുടെ പക്ഷം പിടിച്ച് നിന്നെ ഒറ്റപ്പെടുത്തുന്ന ചില സംഭവങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തകർന്നു മാറട്ടെ. പാശസ്ഥാനം, പക്ഷസ്ഥാനം, പക്ഷസ്ഥാനം നിനക്ക് ലഭിക്കേണ്ട സ്ഥാനത്ത് നിന്നെ ഉറപ്പിച്ച് നിർത്താതെ വേണം. നിനക്ക് ലഭിക്കേണ്ട സ്ഥാനത്ത് നിന്നെ ഉറപ്പിച്ച് നിർത്താതെ വേണം. നിന്നോട് പോരാടുന്ന ചില വെല്ലുവിളികൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ നിർജീവമാകട്ടെ. കലഘടകച്ചാര ഹദ്ദൽഘട്ട ചരകന്താനം ദൂടഞ്ചാലം ദേരിക്കെട്ടി ദാരക്കെട്ടി അർത്ഥലവേദി അസ്തക്കെട്ടി ഓടിക്കെട്ടി അസ്തംഭാനം വേദനജാലം വേദിക്കെട്ടി മാറച്ചാലം മറവക്കട്ടം മൗടക്കാലം. മറന്നുപോയ ചില അനുഭവങ്ങൾ, അല്ലെങ്കിൽ ചിലർ മറന്നുപോയത് മുടങ്ങിക്കിടക്കുന്നത് യേശുവിന്റെ നാമത്തിൽ അല്ലെങ്കിൽ മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. മറന്നു കളഞ്ഞത് ഉപേക്ഷിച്ചു കളഞ്ഞത് തള്ളി മാറ്റിയത് ഹല്ലേലൂയ. നിനക്ക് ഇന്ന് ഇപ്പോൾ വചനം വീണ്ടെടുത്തു തരികയാ. യേശുവിന്റെ നാമത്തിൽ പുതിയൊരു അന്തരീക്ഷം തെളിഞ്ഞു വരട്ടെ. പുതിയൊരു നന്മ തെളിഞ്ഞു വരട്ടെ. പുതിയൊരു അനുഗ്രഹം തെളിഞ്ഞു വരട്ടെ. പുതിയൊരു വിശാലത തെളിഞ്ഞു വരട്ടെ. ഒരു മഹാവീരനെ പോലെ യഹോവ പക്ഷത്തുണ്ടെന്ന്, അവർ ജയിക്കത്തില്ലെന്ന്, എന്നെ ശക്തനാക്കിയ ഒരു ദൈവമുണ്ടെന്ന് നാളുകളിൽ സാക്ഷ്യം പറയത്തക്കതുപോലെ വീണയും കിന്നരവും എടുത്ത് പാടത്തക്കതുപോലെ ഉണർന്നു വരുന്ന ഹൃദയത്തെ നിവർത്തുന്ന അല്ലെങ്കിൽ അനുഭവങ്ങൾ കൊണ്ട് യേശുവിന്റെ നാമത്തിൽ ഈ ജനം ഇപ്പോൾ പോഷിപ്പിക്കപ്പെടട്ടെ. കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന ചില ദൈവപ്രവർത്തി, മനസ്സുടഞ്ഞതിനെ പണിയുന്ന ചില ദൈവപ്രവർത്തി അല്ലെങ്കിൽ ഇന്ന് ഈ സൂമിലൂടെ അല്ലെങ്കിൽ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുകയാണ്. അശഖടാരകതൽ ഗമനഘടകസി. ആത്മാവിൽ സ്വത്രത്തോടെ പ്രാർത്ഥിക്കട്ടെ. ലമനഹട്ടു റൂബൂടി അസൽ ഗമനഘടകസി വി അനന്തര ജഗതൽ ഗമനഘടകസി ആർ വി യോധന വന്തൽ ഗമനഘടകസി ഇൽഗമന സന്തൽ ഗമനഘടകസി ഉലഗമന ഹദൽ ഗമനഘടകസി ഉൽഗമന ഹദൽ ഗമനഘടകസി. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തര ഞാൻ സകല
സകലത്തിലും മതിയായവൻ, ഞാൻ സകലത്തിലും മതിയായവൻ, സകലത്തിലും മതിയായവൻ എന്ന നിലകളിൽ മുന്നോട്ട് എഴുന്നേറ്റ് ഓടുന്ന, മുന്നോട്ട് എഴുന്നേറ്റ് നടക്കുന്ന, മുന്നോട്ട് എഴുന്നേറ്റ് കുതിക്കുന്ന ചില പുത്തൻ അനുഭവങ്ങൾ കൊണ്ട് ഈ ജനം ഇന്ന് ഇപ്പോൾ സ്വാതന്ത്ര്യമാകട്ടെ. ആ വിഷാദത്തിന്റെ കെട്ട്, ആ ഞെരുക്കത്തിന്റെ കെട്ട്, ആ ഹല്ലേലൂയ ദുഃഖത്തിന്റെ കെട്ട്, നിരാശയുടെ കെട്ട്, ആ താഴ്ചയുടെ കെട്ട് യേശുവിന്റെ നാമത്തിൽ ആ ഹൃദയത്തിന്റെ അകത്തു നിന്ന് ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ, 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 മാറിപ്പോകട്ടെ. ചില സങ്കടത്തിന്റെ കഥകൾ മാഞ്ഞു പോകട്ടെ, ചില വേദനയുടെ സംഭവങ്ങൾ മാഞ്ഞു പോകട്ടെ. ഹൃദയത്തിന്റെ അടിത്തട്ടി കിടക്കുന്ന ചില തിക്ത അനുഭവങ്ങളും അതിന്റെ വേദനകളും യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ആ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ഹല്ലേലൂയ ഏറ് നിറച്ചിട്ടിരിക്കുന്നത് പോലെ, ഏറ് നിറച്ചു വെച്ചിരിക്കുന്നത് പോലെ ഹല്ലേലൂയ ചില തിക്ത അനുഭവങ്ങളും വേദനകളും നിറച്ചു വെച്ചിരിക്കുന്ന ആ ഭാഗത്തെ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ റിലീസാക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അവിടെ വചനം കൊണ്ട് ഇപ്പോൾ നിറയ്ക്കുകയാണ്. ഉടരമന ഹദന റകൽ ഗമന ഘടകസി എന്നേക്കുമായി ആ തിക്ത അനുഭവങ്ങൾ മാറിപ്പോകട്ടെ, ആ വേദനകൾ മാറിപ്പോകട്ടെ. ഓർക്കാൻ പറ്റാത്തതുപോലെ ഹൃദയത്തിന്റെ അടിത്തറയിൽ നിന്ന് ഹല്ലേലൂയ അങ്ങനെയുള്ള ചില സംഭവങ്ങൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. പിതാവേ, ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കും. അത്യന്ത കൃപ കൊണ്ട് നിറയ്ക്കണം ഇവരുടെ മനസ്സ്, ഇവരുടെ ശരീരം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. പ്രാർത്ഥനാ വിഷയത്തിൽ വലിയ അത്ഭുതങ്ങൾ കാണട്ടെ. ഉപദ്രവിക്കുന്നവർ ഇടറി വീഴട്ടെ, പിശാചിന്റെ ശക്തികൾ ഇടറി വീഴട്ടെ. ജയിക്കാൻ കഴിയാത്തതുപോലെ അവരുടെ ബുദ്ധി അന്ധമായി പോകട്ടെ. ഒരു മഹാവീരനെ പോലെ യഹോവയോട് ചേർന്ന്, ജീവനുള്ള ദൈവത്തോട് ചേർന്ന് ഓടുന്ന ഒരു പുതിയ സാഹചര്യം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഈ ജനത്തിന് വെളിപ്പെട്ടു വരട്ടെ. ഈ സൂം മീറ്റിംഗ് അനുഗ്രഹമാക്കും. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ദൈവാസന കുടുംബത്തിനായി സ്തോത്രം. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. കർത്താവേ,